അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് നല്ല യമ്മി ഡെലീഷ്യസ് പിസ്സയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പിസ്സ നമുക്ക് ഏത് ടൈപ്പിലും ഉണ്ടാക്കാം. വെറും വെജിറ്റബിൾസ് മാത്രമായിട്ട് ഉണ്ടാക്കാം, പനീർ വെച്ചിട്ടുണ്ടാക്കാം, ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ബീഫ് വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കിയത്. ഇതിന് മുമ്പ് ഞാൻ ഒരു തവണ ഈ ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീഫ് വെച്ചിട്ട്. അപ്പം എല്ലാവരും വീട്ടിലുള്ള സമയത്താക്കിയതുകൊണ്ട് ഒരു ചെറിയൊരു പീസ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ബീഫിൻ്റെ യമ്മി ടേസ്റ്റ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഇന്നലെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം. അതായത് പാനിലും ഉണ്ടാക്കാം, പിന്നെ അതേപോലെ തന്നെ ഓവണുള്ളവർക്ക് ഓവണിലും ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ഇത് ഓവണിലാണ് ചെയ്തത്. ഇതേ മെത്തേഡിൽ നമുക്ക് പാനിൽ ഉണ്ടാക്കാം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പാനിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ പിസ്സൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഈ ഒരു പിസ്സ ഉണ്ടാക്കാനായിട്ട് പിസ്സ ഡോ ഉണ്ടാക്കണം. പിസ്സക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രസ്റ്റ്, ഒരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂണിനടുത്ത് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോകണ്ട. വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. എന്നാൽ ഇത് ചപ്പാത്തി പോലെ നല്ല ടൈറ്റായിട്ടുള്ള ദോ ആയിരിക്കില്ല, മാവായിരിക്കില്ല. കുറച്ചൊന്ന് ലൂസായിട്ട്, അതായത് നമ്മുടെ പൊറോട്ടക്കൊക്കെ പോലെയുള്ളൊരു ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു മാവിന് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊരു സ്പൂണ് വെച്ചിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ച് ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ RKG ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ മാവ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഇതിൽ പലർക്കും സംശയം വരുന്നത് ഈ ഈസ്റ്റ് ഇടുന്ന കാര്യത്തിലാണ്. ഞാനിപ്പം സാധാരണ ഞാൻ ഈസ്റ്റ് എടുക്കുന്നത് പൊടിയായിട്ടുള്ള ഈസ്റ്റാണ്. അപ്പോൾ അത് വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കണമെന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളാപ്പത്തിനായാലും ഈ ഒരു പിസ്സ ആയാലും ബ്രെഡിനായാലും ഒക്കെ ആ ഒരു പൊടിയാണ് ഞാൻ എടുക്കാറ്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പക്ഷേ മറ്റേ മണിമണിയായിട്ടുള്ളത് എടുക്കുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. അപ്പം മണിമണിയായിട്ടുള്ളത് അങ്ങനെ പഞ്ചസാര വെള്ളത്തിൽ കുതിർത്ത് വെച്ചെങ്കിൽ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ, പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരുള്ളൂ. പൊടിയാവുമ്പം ആ ഒരു പ്രശ്നമില്ല. ഡയറക്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് പൊടിയാണ് വാങ്ങാറ്. അപ്പോൾ ഇതിൽ ഞാനിപ്പം കുറച്ച് മിക്സാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. മണിമണിയായിട്ടുള്ളതും പൊടിയായിട്ടുള്ളതുമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ലാസ്റ്റ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ മണിമണിയായിട്ടുള്ളതാണ് വാങ്ങിപ്പോയത്. അപ്പം പിന്നെ ഞാൻ രണ്ടും കൂടെ മിക്സാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പം മാവിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കണം. ഒരു 1-2 മണിക്കൂർ അങ്ങനെ വെക്കുമ്പോഴേക്കും പൊങ്ങി വരും. ഇനി ഈ മാവൊന്ന് അടച്ച് വെക്കാം, എന്നിട്ട് അത് പൊങ്ങാനായിട്ട് വെക്കാം. ഈ സമയത്തേക്കും നമുക്ക് ബീഫിൻ്റെ ഒരു മസാല മിക്സ് റെഡിയാക്കണം. അപ്പം ബീഫല്ലേ എന്തായാലും വേവിച്ചെടുത്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബീഫ് ആദ്യം ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് ഞാൻ എല്ലും കൊട്ടൊന്നും ഇല്ലാത്ത ബീഫാണ് എടുത്തത്. പിസ്സ ഇങ്ങനെ കടിച്ച് തിന്നുമ്പോൾ എല്ലും കൊട്ടും ആയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ തനിയിറച്ചി തന്നെ എടുക്കാം. അതൊരു 150-200 ഗ്രാം ഉണ്ടാവും. ഒരു മീഡിയം വലിപ്പത്തിൽ ഒരു ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിപ്പം കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ ബീഫിൽ നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തിന്നാൻ. അപ്പം ഈ ബീഫ് ആദ്യം ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/2 മുറിയോളം സവാള, 2-3 പച്ചമുളക്, 1 തക്കാളി എന്നിവ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൊടികളും ചേർത്ത് നന്നായിട്ട് സാധാരണ നമ്മൾ കറിക്കും അതുപോലെ റോസ്റ്റിനൊക്കെ വേവിച്ചെടുക്കുന്നില്ല, അതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാളയും അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ബീഫ് ആയതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അല്ലെങ്കിൽ ഇഞ്ചീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബീഫിലുള്ള നൂറിറങ്ങാൻ ഇഞ്ചി നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് ഞാനിപ്പം 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബീഫിൻ്റെ കക്കം മല്ലീൻ്റെ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മല്ലി കൂടുതൽ ഇട്ട് കൊടുക്കുക. മുളകിൻ്റെ കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മല്ലി കുറച്ചിട്ട് മുളക് കൂടുതൽ ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫ് കംപ്ലീറ്റ് ആയിട്ട് വേവണം, അതിന് കണക്കായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇത് ഒരു 3-4 വിസിലിന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം.
അപ്പോൾ ഒരു 4 വിസിലൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ബീഫ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാൻ കുറേ വെള്ളമൊന്നുമില്ല. ഈ വെള്ളം ഇനി എണ്ണയിലൊന്നങ്ങ് മാളിച്ചെടുക്കുമ്പോഴേക്കും ആ ബീഫിലേക്ക് അങ്ങ് പിടിച്ച് വന്നോളും. അപ്പോൾ ഇനി പിസക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞു വെക്കണം. ക്യാപ്സിക്കം, അതുപോലെ സവാള, ഇനി തക്കാളി എടുക്കുന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ 2 കളറിലുള്ള ക്യാപ്സിക്കാണ് ഞാൻ എടുത്തത്, പച്ചയും മഞ്ഞയുമാണ് എടുത്തത്. അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് കണ്ടോ നല്ല ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യേണ്ടത്, പിസ്സ ആക്കുന്ന സമയത്ത് ഒന്നങ്ങനെ അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് അടച്ചിട്ട് തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇനി ഇത് തുറന്ന് വെക്കണ്ട, പിന്നെ അതങ്ങ് താണു പോകും, പൊങ്ങി വന്നതൊക്കെ താണു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബീഫിൻ്റെ മസാല ഒന്ന് നെയ്യിൽ മാളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ആ പിസ്സൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നാടൻ ടേസ്റ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണ്ട, ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചാലും മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളിയും അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്നങ്ങ് മാളിച്ചെടുക്കുക. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഒരുപാട് അങ്ങ് കളറൊന്ന് മാറി എന്താ പറയുക നല്ല വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ ഈ ഉള്ളി പെട്ടെന്നൊന്ന് മാളി വരാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം, ബീഫിൽ ഉപ്പ് ചേർത്തതാ ആ ഒരു കക്കത്തിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ ഉള്ളിക്ക് മാത്രം കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ടുള്ള ആ ബീഫ് ആ കക്കത്തോട് കൂടിയിട്ട്, അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതോടുകൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ അത്ര വെള്ളമൊന്നും ഇല്ല, ആ ഒരു മിക്സ് എല്ലാത്തിലും അങ്ങ് ബീഫിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പം കുക്കർ കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു മസാല എല്ലാത്തിലും പിടിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വെള്ളം വറ്റണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ. നെയ്യിൽ നന്നായി വറ്റിയിട്ട് ആ ഒരു എണ്ണ തെളിയുന്നത് വരെ വറ്റി നന്നായി മാളി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ തുറന്നിട്ട് തന്നെ വെക്കാം, അടച്ച് വെക്കണ്ട, തുറന്ന് തന്നെ വെക്കാം. അപ്പോഴേക്കും നെയ്യിൽ നന്നായിട്ട് മൊരിഞ്ഞ പോലെ ആയി വരും. കക്കമൊക്കെ ബീഫിൽ നന്നായി പിടിച്ചിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വെള്ളം ഒന്നങ്ങ് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉണ്ടെങ്കിൽ അതും കൂടെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മസാലയൊക്കെ ബീഫിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. ഈ പിസ്സ എന്ന് പറയുമ്പോൾ തന്നെ ആ ചീസിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമല്ലോ. അപ്പം ചീസ് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ആ ഒരു മൊസറല്ല ചീസ് അപ്പാടെ അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എന്താ പറയുക, നല്ലൊരു ഇലാസ്റ്റിക് പോലെയായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വരണം എന്നുണ്ടെങ്കിൽ മുഴുവനും കുറേ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചീസ് ഞാനിപ്പം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം പിസ്സൻ്റെ മാവിപ്പോൾ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ ഡോ ആണിത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതിലാണോ പിസ്സ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഓവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ഓവൻ ട്രേയിലാണ് പിസ്സൻ്റെ ഈ ഡോ പരത്തിയെടുക്കുന്നത്. നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്കും ആ ഒരു മാവൊന്ന് കയറ്റി വെച്ച് കൊടുക്കണം. നമ്മൾ പാനിലാണ് ചെയ്യുന്നതെങ്കിലും പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവ് നന്നായി പരത്തിയിട്ടൊന്ന് മുകൾ ഭാഗം വരെ ഒന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ പിസ്സൻ്റെ മാവ് നന്നായിട്ട് ആ ഒരു ട്രേയിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, അതല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെയാണോ സോസ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ദോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കുത്തി കൊടുക്കണം, എയർ ബബിൾസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ഇലാസ്റ്റിക് പോലെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രസ്റ്റിൽ നമുക്ക് കുറേ ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ബേക്കായതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുമ്പം ഇലാസ്റ്റിക് പോലെ വരും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, കുറച്ച് റോസ്മേരി ഇവ ഇട്ട് കൊടുക്കാം. ഇതൊരു ഇറ്റാലിയൻ സീസണിങ് ആണ്, ഹെർബ്സ് ആണ്. അപ്പോൾ അത് പിസ്സയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും, പിസ്സയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കാം. അപ്പം ബീഫിൻ്റെ മസാല ഈ ഒരു ദോൻ്റെ മുകളിലായിട്ട്, ഈ ഒരു മാവിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരു മല്ലിയുടെ കളറിലാണ് നമ്മുടെ മസാല ഉള്ളത്. വേണമെങ്കിൽ നമുക്ക് മുളകിൻ്റെ കളറ് കൂട്ടി കൊടുത്തിട്ട് മല്ലി കുറച്ചിട്ട് മുളക് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു റെഡ് കളറിൽ ഉണ്ടാക്കാം. അങ്ങനെ ഞാനിപ്പം ബീഫ് എല്ലാ ഭാഗത്തേക്കും നന്നായി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓരോന്നും കട്ട് ചെയ്തിട്ട് മുകളിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പം റൗണ്ടായിട്ട് കട്ട് ചെയ്ത സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 കളറിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലും കുറച്ചുകൂടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ എൻ്റെ അടുത്തൊരു ബജ്ജി മുളക് ഉണ്ടായിരുന്നു, അതും ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് എന്തെല്ലാമാണോ ഉള്ളത്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. കോൺ ഉണ്ടെങ്കിൽ വേവിച്ചിട്ട് അതും വെച്ച് കൊടുക്കുക. മഷ്റൂം, പനീർ ഇതൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പം കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞ് വിതറി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ചുകൂടെ അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഞാനിപ്പം 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ ഒരു 15 മിനിറ്റ് 150 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പം ഓവണിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം ബേക്കായി വരട്ടെ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓവണൊക്കെ ഓഫായതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് പുറത്തെടുക്കുന്നത്. നമ്മുടെ പിസ്സ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ക്രസ്റ്റൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. നല്ല കളറായി വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അടിഭാഗമൊക്കെ നല്ലൊരു കളറുണ്ട്. പിന്നെ നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ക്രസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ തക്കാളി ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഈ ഒരു പിസ്സയിൽ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉള്ളീൻ്റെയൊക്കെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഒലിവ് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതും ഞാനിപ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചൂടിൽ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം അങ്ങ് മിക്സ് ആയിക്കോളും. പിന്നെ ഈ തക്കാളിയൊക്കെ പച്ചയിൽ ഇതിൻ്റെ കൂടെ കടിച്ച് തിന്നുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ക്രസ്റ്റൊക്കെ നല്ല ക്രഞ്ചി സോഫ്റ്റാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, അടിഭാഗം നല്ലൊരു ക്രഞ്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാനും അത്ര ബുദ്ധിമുട്ടില്ല, നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. അപ്പം ചീസിൻ്റെ അളവ് അത്ര ഞാൻ കൂടുതൽ ഇട്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഇലാസ്റ്റിക് പോലെ വരുന്നൊന്നുമില്ല. കൂടുതൽ ചീസ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇലാസ്റ്റിക് പോലെ ആയി വരും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീസിൻ്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ബീഫ് ഉണ്ടെങ്കിൽ നാളെ തന്നെ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇന്നെന്ന് ഞാൻ പറയാത്തത് കാരണം ഈ ഒരു ദോ ഉണ്ടാക്കാൻ എന്തായാലും കുറച്ച് സമയമെടുക്കും. അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് പൊങ്ങി വരാനൊക്കെ സമയം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ മാവ് കുഴച്ച് വെച്ചിട്ട് ഈവനിങ്ങിലേക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. പിന്നെ നമുക്കിത് സ്നാക്കായിട്ടല്ലാണ്ട് ഒരു ചായൻ്റെ കടിയായിട്ടല്ലാണ്ട് ഡിന്നറിന് വേണ്ടിയിട്ടും നമുക്കിത് ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ട് ഡിന്നറിന് തിന്നുക എന്നുള്ളത് തന്നെ നല്ല വയറ് ഫില്ലാകുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പം കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് തിന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനായി, നല്ല ടേസ്റ്റിയായി, അടിപൊളിയായി. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് ഇനിയും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈമോൻസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.